അവയവ കച്ചവടത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് 2012-ൽ മൃതസഞ്ജീവനി പദ്ധതി ആരംഭിക്കുന്നത്. തുടക്കത്തിൽ പദ്ധതിക്ക് ലഭിച്ച സ്വീകാര്യത പക്ഷേ പിന്നീട് അങ്ങോട്ടുണ്ടായില്ല. അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ പല പ്രചാര പരിപാടികളും നടന്നെങ്കിലും അതിന്റെ നേരായ സന്ദേശം സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം ശരാശരി 17 മുതൽ 20 ഡൊണേഷൻസാണ് ഒരു വർഷം നടക്കുന്നത്. പക്ഷേ നമ്മളുടെ ആവറേജ് രജിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 800ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ 1000ഓളം ആൾക്കാർ ഓരോ വർഷവും മരണമടയുക. രാജ്യത്തെ അവയവമാറ്റങ്ങളുടെ കണക്കെടുത്താൽ 80%-ലധികവും ബന്ധുക്കൾ തമ്മിലുള്ള അവയവമാറ്റമാണ്. വെറും 20%-ൽ താഴെയാണ് മറ്റുള്ളവർക്കായി അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെ എണ്ണം. നിലവിൽ ഏറ്റവും കൂടുതൽ പേർ ദാനം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും വൃക്കയാണ്. 2600ഓളം വൃക്കയ്ക്കും ഏകദേശം 300-350ഓളം ആൾക്കാർ ലിവറിനും 70ഓളം ആൾക്കാർ ഹൃദയത്തിനും പിന്നെ മറ്റുള്ള അവയവങ്ങൾക്കെല്ലാം കൂടെ ഏകദേശം ടോട്ടൽ ഒരു 3000 ആൾക്കാർ. 2021-ൽ മൃതസഞ്ജീവനിയെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സോട്ടോയിൽ ലയിപ്പിച്ചു. മസ്തിഷ്ക മരണാനന്തര അവയവദാനമായിരുന്നു മൃതസഞ്ജീവനിയിലൂടെ നടന്നിരുന്നത്. എന്നാൽ സോട്ടോയിൽ ലയിപ്പിച്ചതോടെ ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവദാനത്തിനുള്ള സാധ്യതയും കൈവന്നു. ആളുകൾ ഇതൊന്നും വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. മരണശേഷം നമ്മളുടെ അവയവങ്ങൾ മറ്റാരിലൂടെയെങ്കിലും ജീവിക്കട്ടെ എന്ന ശക്തമായ തീരുമാനം ഓരോരുത്തരും സ്വീകരിച്ചാൽ തീരുന്നതേയുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം. അത് ഒരുപാട് പേർക്ക് ജീവശ്വാസമാകുകയും ചെയ്യും. പി സുജിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.